ഇത് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പേഷ്യൻ്റ് അയച്ച് തന്ന ഒരു റിപ്പോർട്ടാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഫാദറിന് ക്രിയാറ്റിൻ 2.5 ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ ഡയാലിസ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ നിന്ന് പറ്റിക്കപ്പെട്ടതാണോ, അല്ലെങ്കിൽ ക്രിയാറ്റിൻ 2.5 എന്തിനാണ് ഡയാലിസ് ചെയ്തത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു, കാരണം 4ഉം 5ഉം ഉള്ള ആളുകൾ ഡയാലിസിസ് ഇല്ലാതെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അവിടുന്ന് പറ്റിക്കപ്പെട്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംശയം. അപ്പോൾ പേഷ്യൻറ്റിനെ നേരിട്ട് കാണാത്തതുകൊണ്ട് നമുക്കൊരു ഡെഫിനിറ്റ് ഒപ്പീനിയൻ പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞുതരാം. ഈ ക്രിയാറ്റിൻ വെച്ചിട്ട് മാത്രം ഒരാൾ ഡയാലിസിസ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം ക്രിയാറ്റിൻ ഒരു നമ്പറാണ്, അതായത് കിഡ്നിൻ്റെ പ്രവർത്തനം നോർമലാണോ അല്ലേ എന്ന് സൂചിപ്പിക്കുന്ന ചെറിയ ഒരു പോയിന്റ് മാത്രമാണ് ക്രിയാറ്റിൻ. ഇനി ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ക്രിയാറ്റിൻ 2 ആകുമ്പോഴത്തേന് ഡയാലിസ് ചെയ്യണോ, അല്ലെങ്കിൽ ക്രിയാറ്റിൻ 10ഓ 15ഓ ആകുമ്പോഴാണോ ഡയാലിസ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. കാരണം നമ്മൾ ഡയാലിസിസ് ഒരാൾക്ക് വേണോ വേണ്ടേ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരുപാട് നീര്, ശ്വാസമുട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓക്കാനം, ഛർദി, വിശപ്പില്ലായ്മ ഉണ്ടോ, ബോധം ഡൗൺ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചില ടെസ്റ്റിൽ അസിഡോസിസ് എന്നൊക്കെ പറയും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ, ശരീരത്തിൽ ആസിഡ് ഒരുപാട് അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടോ, പൊട്ടാസ്യം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള അളവിൽ കൂടിയിട്ടുണ്ടോ, ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അത് നമ്മൾ ഡോക്ടേഴ്സ് ഓരോ രോഗിക്കും അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തതിൻ്റെ ശേഷമാണ് അദ്ദേഹത്തിന് ഡയാലിസിസ് വേണോ അല്ലെങ്കിൽ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനി ക്രിയാറ്റിൻ 2 ഡയാലിസ് ചെയ്യണോ, ക്രിയാറ്റിൻ 12 ഡയാലിസ് ചെയ്യണോ, ഇതാണ് അടുത്ത പ്രശ്നം. ചില ആളുകൾ ഇപ്പോൾ ഒരുപാട് വർഷം ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, ക്രിയാറ്റിൻ പതിയെ പതിയെ 1 2 2 3 3 3.5 അങ്ങനെ സ്ലോലി, അതായത് ഓരോ 6 മാസത്തിലും പതിയെ പതിയെ കൂടി 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 ക്രിയാറ്റിൻ കുറേശ്ശെ കൂടി വരുന്ന ആളാണെങ്കിൽ അത്തരം രോഗികളുടെ ശരീരം കൂടുതലും അവർ ആ കൂടിയ ക്രിയാറ്റിന് അഡാപ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾ സാധാരണ ക്രിയാറ്റിൻ ചിലപ്പോൾ 8ഓ അല്ലെങ്കിൽ 10ഓ, ചില ആളുകൾ 11ഒക്കെ എത്തുമ്പോഴാണ് ഡയാലിസിസ് ഡെഫിനറ്റ് ആയിട്ട് ചെയ്യേണ്ട സിറ്റുവേഷനിൽ എത്തുക. നേരെ മറിച്ച് ചില ആളുകൾ ചിലപ്പോൾ ക്രിയാറ്റിൻ നോർമൽ ഒരു 0.9 പേഷ്യൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ചില ആക്സിഡൻറ്റ് കാരണോ അല്ലെങ്കിൽ കാലിൽ വല്ല പഴുപ്പൊക്കെ വന്നിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ് വീക്ക് ആയതുകൊണ്ടൊക്കെ കാരണം ഈ 0.9 പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് 0.9 ചിലപ്പോൾ 2.5 3 കൂടിയതാണെന്നുണ്ടെങ്കിൽ അത്തരം രോഗികളിൽ പെട്ടെന്ന് തന്നെ ഡയാലിസിസ് വേണ്ടി വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ 0.9 പെട്ടെന്ന് 3 ക്രിയാറ്റിൻ കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരം അതിന് പ്രിപ്പയർഡ് ആയിരിക്കില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് പെട്ടെന്ന് ഓക്കാനം, ഛർദി, ബോധം മറിയുക, പൊട്ടാസ്യം കൂടുക, അല്ലെങ്കിൽ പെട്ടെന്ന് ശ്വാസം മുട്ട് വരിക, അങ്ങനത്തെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ക്രിയാറ്റിൻ മാത്രം നോക്കിയിട്ട് തീരുമാനം എടുക്കുന്നതിന് പകരം ഈ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സ് ഏതൊരു രോഗിക്കും ഡയാലിസിസ് കൊടുക്കണോ അല്ലെങ്കിൽ വേണ്ടേ എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുന്നത്.